ഇപ്പോൾ തിരുവനന്തപുരത്ത് വി ഡി സതീശൻ സംസാരിക്കുന്നു. അസാധാരണമായ ഒരു സമരമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ഇത്രയും ദിവസമായിട്ടും സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും സംസ്ഥാന ജീവനക്കാർക്കും ശമ്പളം മുടങ്ങിയ അസാധാരണമായ സംഭവം ഉണ്ടായിരിക്കും. ഇത് അത്ഭുതമില്ലാത്തവർ കേരളത്തിലെ പ്രതിപക്ഷമാണ്. കാരണം മുൻകൂട്ടി കേരളത്തിലെ പ്രതിപക്ഷം 2020 ഇറക്കിയ ധവളപത്രത്തിലും 23 ഇറക്കിയ ധവളപത്രത്തിലും കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയെക്കുറിച്ച് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശമ്പളവും പെൻഷനും മുടങ്ങുന്ന ഏറ്റവും ഗതികെട്ടൊരവസ്ഥയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തും. അതുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കണം, ചെലവ് ചുരുക്കണം, അഴിമതി അവസാനിപ്പിക്കണം, ധൂർത്ത് അവസാനിപ്പിക്കണം, അനാവശ്യമായ ചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ പരിഹസിക്കുകയാണ് സംസ്ഥാന ഭരണകൂടം ചെയ്തത് എന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ 1-ാം തീയതി ശമ്പളം കൊടുക്കേണ്ടത് 1,70,75,000 പേർക്കാണ്. 2-ാമത്തെ ദിവസം ശമ്പളം കൊടുക്കേണ്ടത് 2 ലക്ഷം പേർക്കാണ്. 3-ാമത്തെ ദിവസം ശമ്പളം കൊടുക്കേണ്ടത് 1,50,000 പേർക്കാണ്. അങ്ങനെ ആദ്യത്തെ 3 ദിവസം കൊണ്ട് 5.25 ലക്ഷം പേർക്ക് ശമ്പളം കൊടുക്കണം. ഇവിടെ നേരത്തെയുള്ള ഗവൺമെന്റ് ETSB എന്ന് പറയുന്ന എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് അക്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ സ്വന്തമായി അക്കൗണ്ട് ഉണ്ട്. അതിലേക്കാണ് നിങ്ങളുടെ ശമ്പളം വരുന്നത്. അതിലേക്ക് വരുന്ന ശമ്പളം നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റില്ല. ആ ശമ്പളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പോൾ ചിലർ 100% ട്രാൻസ്ഫർ ചെയ്യും. കുറേ ആളുകൾ കുറേ പണം ഈ ട്രഷറിയിൽ സേവ് ചെയ്യും, ട്രഷറി അക്കൗണ്ടിൽ സേവ് ചെയ്യും. ചിലർ 20% അവിടെ സേവ് ചെയ്യും. സേവ് ചെയ്യുന്നവർക്ക് പലിശ കിട്ടും. ഇവിടെ ഇപ്പൊ പറയുന്നത് ETSB അക്കൗണ്ടിൽ പണം വന്നു എന്നാണ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയില്ല. ആ പണം ബാങ്കിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ബാങ്കിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ പണം വരില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അപ്പൊ എന്താണ് മന്ത്രി പറഞ്ഞത്? എന്താണ്? സോഫ്റ്റ്വെയറിലുള്ള സാങ്കേതിക തകരാറാണ്. കേരളം ഭരിക്കുന്ന ധനകാര്യമന്ത്രി മിസ്റ്റർ ബാലഗോപാൽ അങ്ങ് കേരളത്തിലെ ജനങ്ങളോടും ജീവനക്കാരോടും പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ്? ആദ്യത്തെ 4-5 പ്രവൃത്തി ദിവസക്കാലം 4,500-5,000 കോടി രൂപയ്ക്കിടയിൽ വേണം ക്യാഷ് ഔട്ട്ഫ്ലോ. സംസ്ഥാനത്തിന്റെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 4,500-5,000 കോടി രൂപയാണ്. ഫെബ്രുവരി 29-ാം തീയതി നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് 4,000 കോടി രൂപ കിട്ടി. 2,736 കോടി നികുതി വിഹിതവും പിന്നെ IGST വിഹിതവുമായി 4,000 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടി. എന്തുപറ്റി? അതിനു മുമ്പുള്ള ട്രഷറിയുടെ ഓവർ ഡ്രാഫ്റ്റ് എത്രയാ? 3,800 കോടി. അപ്പൊ 4,000 കോടി ഫെബ്രുവരി 29-ന് കയ്യിൽ കിട്ടിയപ്പോൾ 3,800 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പൊ അത് കഴിച്ചാൽ പിന്നെ എത്രയുണ്ട്? 1-ാം തീയതി രാവിലെ 200 കോടി രൂപ. 200 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് ആദ്യത്തെ 4-5 ദിവസക്കാലം 4,500-5,000 കോടി രൂപയുടെ ക്യാഷ് ഫ്ലോ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? മാജിക് വല്ലതും കയ്യിലുണ്ടോ? അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കയ്യിലുണ്ടോ? അലാവുദ്ദീന്റെ ഒരു അത്ഭുത വിളക്ക് കയ്യിലുണ്ട്. അത് വെച്ചാണ് സോഫ്റ്റ്വെയർ ഉടായ്പ്, സോഫ്റ്റ്വെയർ തട്ടിപ്പ് ഇവിടെ നടത്തിയത്. സോഫ്റ്റ്വെയർ തട്ടിപ്പാണ്. കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നടത്തിയ സോഫ്റ്റ്വെയർ തട്ടിപ്പാണ്. ഒരു സാങ്കേതിക പ്രശ്നവുമില്ല. ഒരു സാങ്കേതിക പ്രശ്നവും ഇല്ല. സാങ്കേതിക പ്രശ്നം മാറിയെങ്കിൽ ഇങ്ങനെ കുറച്ച് പൈസ വന്ന് ഇതിപ്പോ ഇന്നും നാളെയും തീരാൻ പോകുന്നില്ല. 5-ാം തീയതി ആയാലും 6-ാം തീയതി ആയാലും തീരാൻ പോകുന്നില്ല. ഇത് ഈ മാസം 15-ാം തീയതി വരെ ഈ പ്രശ്നം നീണ്ടുപോകും. ഇനി എന്താ വഴിയുള്ളത്? ഇനിയുള്ള വഴി എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. ഓവർ ഡ്രാഫ്റ്റ് ഒരു 3,600 കോടി രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം ഇപ്പോ. പക്ഷേ ഉള്ള കുഴപ്പം എന്താ? ഓവർ ഡ്രാഫ്റ്റ് എടുത്താൽ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കണം. മാത്രമല്ല ഇത് മാർച്ചാണ്.
മാർച്ച് അവസാനം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. മാർച്ച് അവസാനം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ലയബിലിറ്റി ഉണ്ടാകുന്ന സമയമാണ് മാർച്ച്. കോടിക്കണക്കിന് രൂപ വേണം കയ്യിൽ, ഒരു നയാ പൈസ കയ്യിലില്ല. എന്നോട് പരിഭവിച്ചു. ബജറ്റിൽ എനിക്കൊരു മറുപടി ഉണ്ട്. ട്രഷറിയിൽ പൂച്ച വെറ്റ് കിടക്കുകയാണ് എന്ന് പറഞ്ഞവർക്ക് മറുപടി ഞങ്ങൾ നൽകുമെന്ന പറഞ്ഞ്. ഇതാണോ ബാലഗോപാൽ മറുപടി? ഞാൻ പറഞ്ഞു, ഞാൻ പറയാൻ കാര്യം എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ പൂച്ചയുണ്ട്. അത് പ്രസവിക്കാനുള്ള ദിവസം അവസാനത്തെ 2 ദിവസം അതിന്റെ ഒരു പോക്ക് ശ്രദ്ധിക്കണ്ട. അതിങ്ങനെ ഓടി ഓടി നടക്കും. എന്നിട്ട് ആളൊഴിഞ്ഞ ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസവിക്കും. കേരളത്തിൽ ഇപ്പോൾ പൂച്ച പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം കേരളത്തിന്റെ ഖജനാവാണ്. വെറുതെ പറഞ്ഞല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ 1-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ 5000 കോടി രൂപ വേണം. കയ്യിലുള്ളത് എത്രയാ? 200 കോടി. ഇതാണ് തട്ടിപ്പ്. അപ്പൊ നിങ്ങൾ എന്തിനാ ആളുകളെ കബളിപ്പിക്കുന്നത്, ജനങ്ങളെ കബളിപ്പിക്കുന്നത്? ഞാൻ പണ്ട് നിങ്ങളുടെ സമരത്തില് അസോസിയേഷന്റെ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്, ശമ്പളം മുടങ്ങും, പെൻഷൻ മുടങ്ങും. അപ്പൊ നിങ്ങൾ 7 മാസത്തെ DA കുടിശ്ശിക വേറെ, ലീവ് സറണ്ടർ കിട്ടും. എപ്പോഴാണെന്നറിയാമോ? 4 കൊല്ലം കഴിഞ്ഞ് അടുത്ത ഗവൺമെന്റ് വരുമ്പോ. അപ്പോ ഇപ്പൊ തന്നെ പെൻഷൻകാർക്ക് DR കൊടുക്കുന്നില്ല, ഇവർക്ക് DA കൊടുക്കുന്നില്ല, ലീവ് സറണ്ടർ കൊടുക്കുന്നില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നിങ്ങൾക്കും കിട്ടാനുണ്ട്, പെൻഷൻകാർക്കും കിട്ടാനുണ്ട്. പെൻഷൻകാർക്കും ജീവനക്കാർക്ക് കൂടി ഈ മാസത്തെ ശമ്പളം മാറ്റി നിർത്തിയാൽ അത് കൂട്ടിയിട്ടില്ലേ? അല്ലാതെ 40,000 കോടി രൂപയുടെ ബാധ്യത ഗവൺമെന്റിനുണ്ട്. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഇത് വരുന്നത്. പിന്നെ ബാക്കി പുറത്തുള്ളവരുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്താ? 7 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കുടിശ്ശിക ആർക്കൊക്കെയാണ്? 55 ലക്ഷം പേർക്ക്, 55 ലക്ഷം കുടുംബങ്ങൾക്ക്. ഭിന്നശേഷിക്കാർ, വാർദ്ധക്യം ബാധിച്ചവർ, അഗതികൾ, വിധവകൾ, ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള തുക എത്രയാ? 7 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക. എല്ലാ ക്ഷേമനിധി ബോർഡുകളും നിങ്ങൾക്കറിയാലോ, സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർക്ക്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കൊടുത്തിട്ട് 15 മാസം. കർഷക തൊഴിലാളി ക്ഷേമനിധി, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി, അംഗൻവാടികളിലെ എല്ലാ ക്ഷേമനിധിയും പൊളിഞ്ഞു പാളീസായി. അപ്പൊ അതെല്ലാം കൂടി ഒരു പെൻഷനെ ഇപ്പോൾ ഉള്ളൂ. വെൽഫെയർ പെൻഷൻ കിട്ടുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ല. അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോൾ 1 കോടി ആളുകൾക്ക് കൊടുക്കാനുണ്ട് പൈസ. ഈ സർക്കാർ കൊടുക്കാനുണ്ട്. കുട്ടികൾക്ക് ഈ ഗ്രാന്റ് കൊടുക്കുന്നില്ല. SC ST വിദ്യാർത്ഥികൾക്ക് പഠിത്തം നിർത്തി പോരുക. ഇന്നലെ എന്നോട് വന്നൊരു കുടുംബം പറഞ്ഞു, കൊച്ചിന്റെ പഠിത്തം നിർത്തും. BDSന് പഠിക്കുന്ന കുടുംബമാണ്, കൊച്ചാണ്, നല്ല കുട്ടിയാണ്. പക്ഷെ 3 കൊല്ലമായിട്ട് ഈ ഗ്രാന്റ് കൊടുത്തിട്ടില്ല, ലംസൺ ഗ്രാന്റ് കൊടുക്കുന്നില്ല. എന്തിനാ പിന്നെ ഭരിക്കുന്ന അവിടെ ഇരുന്ന്? എന്തിനാ ഭരിക്കുന്നത് ചോദിച്ചാൽ പറയും ഒരു കുഴപ്പമില്ല, ഇപ്പൊ എല്ലാം ശരിയാവും. ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞ വേറൊരു തമാശയുണ്ട്. ഞങ്ങൾ സുപ്രീം കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞാ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. 57,800 കോടി രൂപ കിട്ടും. എന്റെ ബാലഗോപാലെ, ഈ സുപ്രീം കോടതി കൊടുത്ത കേസിൽ ഈ 57,800 കോടി രൂപയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ല. നിങ്ങൾ സുപ്രീം കോടതിയുടെ ലോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ഇവിടെ, അല്ലേ? ലോ ഡിപ്പാർട്ട്മെന്റിലുള്ളവരുണ്ടല്ലോ. ആ കൊടുത്ത OPയില്, ഡൽഹിയിൽ കൊടുത്ത, സുപ്രീം കോടതി കൊടുത്ത റിറ്റ് പെറ്റീഷനിൽ ഈ പൈസ പറഞ്ഞിട്ടുണ്ടോ? 57,800 കോടി രൂപ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനിയും കടമെടുക്കാൻ അനുവാദം തന്നെ വന്നു. കടമെടുപ്പിന്റെ പരിധി മാറ്റി കടമെടുക്കാൻ വീണ്ടും അനുവാദം തരണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 57,800 കോടി രൂപ എന്ന് പറയുന്നത് കള്ളത്തട്ടിപ്പാണ്, നുണയാണ്. എന്താണ് ഒരു ഉദാഹരണം പറയാം. GST കോമ്പൻസേഷൻ 5 കൊല്ലത്തേക്കാണ്, അല്ലേ? 6ാമത്തെ 5 കൊല്ലം പാർലമെന്റ് പാസ്സാക്കിയതാണ്. 6ാമത്തെ കൊല്ലം കൂടി കിട്ടുമായിരുന്നെങ്കിൽ 12,000 കോടി രൂപ കിട്ടിയെന്ന്. അതാണ് കിട്ടാനുള്ള പൈസ ഇട്ട് കൂട്ടിയേക്കുന്നത്. ഇവര് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഈ ദുർഭരണത്തിന്റെ ബാക്കി പത്രമാണ് ഈ ഖജനാവ്. അതുകൊണ്ട് നിരന്തരമായ സമരത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടി വരും. എനിക്ക് സങ്കടം, കുറെ സർക്കാർ വിലാസ സംഘടനകളുണ്ട്. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടി വിദൂഷക വേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കുക.
വിദൂഷക വേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കുക. അവരെല്ലാം തിരിച്ചറിയും. അവരുടെ കൂടെയുള്ള ജീവനക്കാർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ വരും. ഇതൊരു സമരമാണ്. ഇത് കെടുകാര്യസ്ഥതയ്ക്കെതിരായ, അഴിമതിക്കെതിരായ, ധൂർത്തിനെതിരായ സമരമാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട്